കാര്യമായിട്ട് മെയിൻ്റെനൻസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ സ്റ്റാഫുകളൊക്കെ ഭയങ്കര റൂഡാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങടിക്കോ ഫോട്ടോ എടുക്കാൻ പാടില്ല, അതെടുക്കാൻ പാടില്ല, ഇതെടുക്കാൻ പാടില്ല, വീഡിയോ എടുക്കാൻ പാടില്ല. ഭയങ്കര നമ്മൾ ടൂറിസ്റ്റ് വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ് അല്ലേ? ഇത്രയും അയാൾ മറ്റേ പിള്ളേരിനെയൊക്കെ ഓടിക്കുന്ന കണ്ടില്ലേ? അതിൻ്റെ സെൻറ്റ് ഫിലോമിന ചർച്ച്. ഫസ്റ്റ് ഇന്നത്തെ സ്റ്റാർട്ടിങ് നമ്മൾ ചർച്ചിലാണ്. ഞായറാഴ്ചയാണ്, അപ്പോൾ നല്ല തിരക്കുണ്ടാവും കേട്ടോ അവിടെ. അപ്പോൾ സമയം 8:15 നമുക്ക് നേരെ സെൻറ്റ് ഫിലോമിന ചർച്ചിൽ പോവുക. അവിടെ നിന്ന് പടിപ്പടിയായിട്ട് ഇന്ന് കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട് കേട്ടോ. നമ്മളിന്ന് ശ്രീരംഗപട്ടണമൊക്കെ പോകണം. അവിടെ ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസ് കാണണം, അതുപോലെ ടിപ്പു സുൽത്താൻ്റെ ടോംബ് കാണണം. അങ്ങനെ കുറേ സംഭവമുണ്ട്. പിന്നെന്താണ് നമ്മൾ അവിടുത്തെ ഒരു ഇതിൻ്റെ എന്താണ് കാർ മ്യൂസിയം അല്ലേ? വിൻറ്റേജ് കാർ മ്യൂസിയം. അങ്ങനെ ഇന്ന് കുറേ സ്ഥലങ്ങൾ നമുക്കിന്ന് പോകാനുണ്ട്, കവർ ചെയ്യാനുണ്ട്. അതാണ് 8 മണിക്കാണ് നമുക്കിന്ന് രാവിലെ നമുക്ക് ചെക്കൗട്ട് ചെയ്ത് നമുക്ക് നേരെ സെൻറ്റ് ഫിലോമിന ചർച്ച്. ചെക്കൗട്ടൊക്കെ കഴിഞ്ഞ് നേരെ സെൻറ്റ് ഫിലോമിന ചർച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് കുറച്ച് 1-2 കിലോമീറ്റർ പോകണം നമ്മുടെ സൂവിൻ്റെ അവിടെ നിന്ന്. അപ്പുറത്തൂടെ പോകണ്ടേ? ഇനിയിപ്പോൾ അവിടെ പോയി തിരിച്ചിട്ടായിരുന്നു വഴി തെറ്റി ഗൈസ്, വഴി തെറ്റി. അങ്ങനെ നമ്മൾ പാലസിൻ്റെ മുമ്പിൽ കൂടെ സെൻറ്റ് ഫിലോമിന ചർച്ചിലേക്ക് പോകാം കേട്ടോ. നമ്മളിങ്ങനെ രാത്രിയല്ല ഇത് കണ്ടത്, ഇതാണ് പാലസ്. സെൻറ്റ് ഫിലോമിന ചർച്ച് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലുതും മനോഹരവുമായ കത്തീഡ്രലുകളിൽ ഒന്നാണ്. സെൻറ്റ് ഫിലോമിന ചർച്ചിൻ്റെ മുൻ ഗേറ്റിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അതിമനോഹരമാണ് കേട്ടോ. എന്താ ബ്യൂട്ടിഫുൾ. ബാക്കിലെ ആകാശം നീല നിറവും അടിപൊളിയാണ്. നമുക്ക് അകത്തോട്ടൊന്ന് കയറി പോകാം. പറയുന്നത് ഇവിടെയും പതിവ് പോലെ തന്നെ സ്കൂൾ പിള്ളേരിൻ്റെ തിരക്ക് തന്നെയാണ് കേട്ടോ. രാവിലെ തന്നെ 8 മണിയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ നല്ല തിരക്കാണ്, ക്യൂ ആണ് ഇതിനകത്തോട്ട്. ഇന്ന് ഞായറാഴ്ച ആയത് കാരണം കുർബാന അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം നമുക്ക് കാർ അകത്ത് കയറ്റിടാൻ പറ്റില്ല. അല്ല പറഞ്ഞാൽ കാർ നമുക്ക് അകത്ത് കയറ്റിടാൻ ഫ്രീ ആണ് കേട്ടോ. ഫീ ഒന്നുമില്ല, ഫ്രീ ആയിട്ട് നമുക്ക്. പക്ഷേ ഇന്ന് സൺഡേ ആയത് കാരണം കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ് പള്ളിനകത്ത്. എന്നാലും കുഴപ്പമൊന്നുമില്ല, കുട്ടികൾക്ക് അകത്തോട്ട് കയറാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടുത്തെ സെക്യൂരിറ്റി കുർബാന നടക്കുന്നുണ്ടെങ്കിലും ഒരു സൈഡിൽ കൂടെ അകത്ത് കയറി തിരിച്ച് ഇങ്ങനെ വരാം നമുക്ക്. അപ്പോൾ എന്താ ചർച്ചിൻ്റെ ഒരു ഗാംഭീര്യം കണ്ടില്ലേ? ഇതിൻ്റെ ചർച്ചിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് പറയാം. 1843 മൈസൂർ മഹാരാജാവായിരുന്ന കൃഷ്ണരാജ വോഡയാറാണ്, ഇദ്ദേഹം തന്നെയാണ് കേട്ടോ ഈ പള്ളിക്ക് തുടക്കം കുറിച്ചത്. അന്ന് മൈസൂരിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്കും വിദേശികൾക്കും വേണ്ടിയാണ് ഈ ഒരു ചെറിയ പള്ളി നിർമ്മിച്ച് നൽകിയത്. ഒരു ചെറിയ പള്ളിയായിരുന്നു പണ്ട് ഇവിടെ കേട്ടോ. കാലക്രമേണ വിശ്വാസികളുടെ എണ്ണം കൂടിയപ്പോൾ 1933 നലോഡി കൃഷ്ണരാജ വോഡയാർ വലിയൊരു കത്തീഡ്രൽ നിർമ്മിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ പഴയ രാജാക്കന്മാർ അവർ ജനങ്ങൾക്ക് വേണ്ടി പലതും ചെയ്തിട്ടുണ്ട് കേട്ടോ. 1926 വിശുദ്ധ ഫിലോമിനയുടെ തിരുശേഷിപ്പുകൾ മൈസൂരിലെത്തിച്ചിരുന്നു. ഇത് സൂക്ഷിക്കുന്നതിനായിട്ടാണ് പ്രൗഢഗംഭീരമായ ഈ പുതിയ ദേവാലയം അന്ന് പണിതത്. എത്ര ആൾക്കാർക്കാണല്ലേ കാഴ്ചയാണത്. 1936 പള്ളിയുടെ ഭൂരിഭാഗം പണികളും പൂർത്തിയായി. ഇതിൻ്റെ ശൈലി ജർമ്മനിയിലെ കൊളോണൽ കത്തീഡ്രലിൻ്റെ മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. രൂപകൽപ്പന ചെയ്തത് ഡാലി എന്ന ഫ്രഞ്ച് ആർക്കിടെക്റ്റാണ് ഈ പള്ളി രൂപകൽപ്പന ചെയ്തത്. പള്ളിയുടെ തറരൂപം ഒരു കുരിശിൻ്റെ ആകൃതിയിലാണ്. ഇതിൽ പ്രാർത്ഥന ഹാളിനെ നേവ് എന്നും കുരിശിൻ്റെ കൈകളെ ട്രാൻസ്പെറ്റ് എന്നും വിളിക്കുന്നു. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം കേട്ടോ. ഫുള്ളായിട്ടുണ്ട്. ഈ അറ്റം വരെ നമുക്ക് സീറ്റിംഗ് ആണ്. നമുക്ക് കുറച്ച് നേരം നമ്മളതൊന്ന് കുർബാന കേട്ടുകൊണ്ടിരുന്നു. കന്നഡയിലായതുകൊണ്ട് നമുക്കൊന്നും മനസ്സിലായില്ല. അതുപോലെ തന്നെ കുർബാന നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും സ്കൂൾ കുട്ടികളെ അവർ നിരാശപ്പെടുത്തുന്നില്ല. ഇടയിൽ കൂടെ വന്ന് കണ്ടിട്ട് പോകാനുള്ള അനുവാദം അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചർച്ചയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്ത ഘട്ടത്തിലേക്ക് ഇട്ടാം. അതായത് നമ്മൾ ശ്രീരംഗപട്ടണം പോകണം. അങ്ങനെയുണ്ട് ചർച്ച, അടിപൊളിയല്ലേ? ഇത്രയും വർഷം പഴക്കമുള്ളതാണ്. ഇത്രയും വർഷം പഴക്കമുള്ള ചർച്ച് നമുക്ക് അകത്തും കുറച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടാ. സാധാരണ അവിടെ അകത്ത് ഷൂട്ട് ചെയ്യാൻ അനുവാദമില്ല. നമ്മളവിടെ പറഞ്ഞിട്ടാണ് അത് ചെയ്തത്. അതുകൊണ്ട് എല്ലാവരും പോയിട്ട് അവിടെ അകത്ത് പോയി ക്യാമറ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചീത്ത പറയും. അപ്പോൾ മറ്റേ ഇത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, അവിടെ കുർബാന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമുക്ക് കാറൊക്കെ കുർബാന നടന്നുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് കാറൊക്കെ വെളിയിൽ തന്നെ നമുക്ക് പാർക്ക് ചെയ്യേണ്ടി വന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ സൺഡേ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. ഈ കുട്ടികളുടെ തിരക്കല്ലാണ്ട് കുറച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി തിരക്ക് കൂടുന്നുണ്ട്. ഒരു 10:30 ആയി കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. അപ്പോൾ അടിപൊളി ചർച്ച്, സൂപ്പർ ചർച്ച്. എന്തായാലും ഇത്രയും വർഷം പഴക്കമുള്ള ചർച്ച് ഇത്രയും അതിനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണ്ടല്ലോ. അങ്ങനെ ഒരു ബിഗ് സല്യൂട്ട്. നല്ല ട്രാഫിക്കാണ് രാവിലെ തന്നെ കേട്ടോ. നല്ല ട്രാഫിക് ഉണ്ട്.
ഇത് നമ്മളെ മൈസൂർ ബാംഗ്ലൂർ നമ്മളെ പുതിയ ഹൈവേ ആണ് കേട്ടോ. അടിപൊളി ഹൈവേ ആണ്. പോകുന്ന ഹൈവേയിൽ തന്നെയാണ് നമ്മൾ പറയുന്ന ശ്രീരംഗപട്ടണം അങ്ങനെയുള്ള കേട്ടോ. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ സമർ പാലസ്, ടിപ്പു സുൽത്താൻ സമർ പാലസ്. എവിടെയെങ്കിലും പാർക്കിംഗ് ഇടാം. എന്താ അതിലേ നിർത്തിയില്ലേ? ഇവിടെയും ഇതൊക്കെ ഉണ്ട് കേട്ടോ, കുതിര സവാരികളൊക്കെ ഉണ്ട് കേട്ടോ. 2-3 കുതിര സവാരികളുണ്ട്. തിരക്കൊന്നും വലുതായിട്ട് കാണാനില്ല ഈ ഭാഗത്തേക്ക്. ഒരു വരണ്ട ഒരു സ്ഥലം. മഴ പെയ്യാത്തത് കൊണ്ടാണോ ഒരു പച്ചപ്പില്ലാത്തൊരു വരണ്ട ഒരു സ്ഥലം. പ്രാധാന്യം കൊടുക്കുന്നില്ല ഈ ഭാഗത്തേക്ക് ടിപ്പു സുൽത്താൻ്റെ ഈ ഒരു സമ്മർ പാലസിന് അല്ലേ, ഒരു വൃത്തിയില്ലായ്മ. ഇവിടെ ഒരു സംഭവം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടിക്കറ്റ് 20 രൂപയാണ് പെർ ഹെഡിന്. പക്ഷേ എന്താണെന്ന് ചോദിച്ചാൽ ഓൺലൈനിലാണ് കേട്ടോ. ഓൺലൈനിൽ അവിടെ ഒരു QR കോഡ് വെച്ചിട്ടുണ്ട്. ആ QR കോഡിൽ നമ്മൾ സ്കാൻ ചെയ്ത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഫോർമാലിറ്റി ഉള്ള പോലെ എത്രയൊന്നും പാടില്ല ശരിക്കും. ചിലപ്പോൾ എല്ലാവരുടെയും വിവരങ്ങൾ ശേഖരിക്കുകയായിരിക്കും ഉദ്ദേശം. എന്താ വെച്ചാൽ അതിൽ പാൻ കാർഡിൻ്റെ ID, പേരിൻ്റെ അത് ഇത് ആന ചേന കുതിര, പിന്നെ ആ ലിങ്ക് കൂടെ വന്ന് ഗൂഗിൾ പേ മറ്റേ ഇത് കൊടുക്കണം, കോപ്പി പേസ്റ്റ് ചെയ്യണം. അങ്ങനെ ഒരു 10 മിനിറ്റോളം അതിന് പണിയുണ്ട് ടിക്കറ്റ് എടുക്കാൻ. സംഭവം ഇപ്പോൾ ഈ ഒരുപാട് വലിയ ഇതായിട്ട് വരുമ്പോൾ അവർക്ക് കുഴപ്പമില്ല. ഓൺലൈനിൽ തന്നെ നമുക്ക് ഇതൊക്കെ ചെയ്തിട്ട് വരണം കേട്ടോ. അല്ലാത്തവരാണ് ഇവിടെ വന്നിട്ട് പെടുക. ഇതാണ് സംഭവം ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസ്. കാണുന്നതാണ്. അതിൽ കുറേ ടിപ്പു സുൽത്താൻ്റെ ഓർമ്മ ഒതുക്കാനുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉള്ളിൽ വെച്ചിട്ടുണ്ടാവും. നമുക്ക് നേരെ അകത്തോട്ട് കയറാം എങ്ങനെയുണ്ടെന്ന്. എന്തായാലും നമ്മൾ മൈസൂരൊക്കെ വരുമ്പോൾ, പാലക്കാട് നിന്നൊക്കെ പ്രത്യേകിച്ച് മൈസൂർ വരികയാണെന്ന് വെച്ചാൽ ഇത് കാണാണ്ട് പോകാൻ പാടില്ല. എന്താ വെച്ചാൽ നമ്മുടെ പാലക്കാടുണ്ടല്ലോ ടിപ്പു സുൽത്താൻ്റെ ഓർമ്മ ഒതുക്കാനായിട്ടുള്ളൊരു ടിപ്പു സുൽത്താൻ ഫോർട്ട്. അപ്പോൾ അവിടെ നിന്ന് ഇതുവരെ വരികയാണെന്ന് വെച്ചാൽ, കേരളത്തിൽ നിന്നൊക്കെ വരികയാണെന്ന് വെച്ചാൽ ടിപ്പു സുൽത്താൻ്റെ ഫോർട്ടും കാണാം. അതേപോലെ തന്നെ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണെന്ന് വെച്ചാൽ, പാലക്കാട് നിന്നൊക്കെ വരികയാണെന്ന് വെച്ചാൽ നമുക്ക് മൈസൂർ വന്നിട്ട് ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസും അതുപോലെയുള്ള ടിപ്പു സുൽത്താൻ്റെ ടോംബ് അങ്ങനെയുള്ള പള്ളികൾ ഇതൊക്കെ കാണാണ്ട് പോകരുത്. വലിയൊരു ഏരിയ ഉണ്ട്, ഏക്കർ കണക്കിന് കിടക്കാണ്. ഇതാണ്ട പണ്ടത്തെ യുദ്ധം ചെയ്യുമ്പോഴുള്ള കല്ലുകളാണ്. നമ്മുടെ ബാഹുബലി സിനിമയിലൊക്കെ അല്ലേ ഇത് കണ്ടിട്ടുള്ളൂ. ഇതാ നേരിട്ട് കണ്ടോളി. ഇങ്ങനത്തെ കല്ലുകളാണ് യുദ്ധത്തിനൊക്കെ ഉപയോഗിക്കുന്നത്. പീരങ്കി. സമ്മർ പാലസ് ആണെങ്കിലും അത്യാവശ്യം ആയുധങ്ങളും കോപ്പുകളൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്ത് പറഞ്ഞാലും വിശാലമായ പാർക്ക് ഉണ്ടാ, പുൽത്തകടൊക്കെ വെച്ചിട്ട് വിശാലമായ ഒരു മുതുമുത്തശ്ശൻ ആൽമരം കണ്ടില്ലേ. ഇതാ അതിൻ്റെ താഴ്ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും എത്രയാണ് ഇതിന് വയസ്സായിട്ടുണ്ട്, എത്ര വയസ്സാണ് ആ മരത്തിനെന്നുള്ളത്. ವಿಡಿಯೋ ಅಲ್ಲ, ಓಕೆ ವಿಡಿಯೋ ಅಲ್ಲ. ഇതാണ് ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. കാണുമ്പോൾ പല പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ വരും. ടിപ്പു സുൽത്താനെക്കുറിച്ച് നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ച ആ സമയത്ത് ഉള്ള ഓർമ്മകളൊക്കെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു സമ്മർ പാലസിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. പക്ഷേ ഇത് കാര്യമായിട്ട് മെയിൻ്റെനൻസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പോരാന്നാണ് തോന്നുന്നത്. കുറച്ചും കൂടി അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് അതുപോലെ തന്നെ സ്റ്റാഫുകളൊക്കെ ഭയങ്കര റൂഡാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങടിക്കോ ഫോട്ടോ എടുക്കാൻ പാടില്ല, അതെടുക്കാൻ പാടില്ല, ഇതെടുക്കാൻ പാടില്ല, വീഡിയോ എടുക്കാൻ പാടില്ല, ഭയങ്കര റൂഡായിട്ട് പെരുമാറുന്നുണ്ട്.
ഒന്നും പാടില്ല. അതൊക്കെ നമ്മൾ ടൂറിസ്റ്റ് വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ് അല്ലേ? ഇത്രയും അയാൾ മറ്റേ പിള്ളേരിനെയൊക്കെ ഓടിക്കുന്ന കണ്ടില്ലേ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും. ഇതൊക്കെ പിന്നെ ആർക്ക് കാണാനാണ്? ജനങ്ങൾക്ക് കാണാനല്ലാണ്ട് പിന്നെ വെറുതെ ഇങ്ങനെ വെച്ചിട്ട് എന്താണ്? പഴയ ഹിസ്റ്റോറിക്കൽ സ്ഥലങ്ങളല്ലേ. അപ്പോൾ ആൾക്കാർ ചിലപ്പോൾ ഫോട്ടോ എടുത്തുനിന്നിരിക്കും, വീഡിയോ എടുത്തിരിക്കും. ഇതിപ്പോൾ എന്താ വീഡിയോ എടുക്കുമ്പോഴേക്കാണ്ട് തേഞ്ഞു പോവാണ് അല്ലേ? അത് തൊടാൻ പിടില്ല. അത് തൊടുന്നത് ഒക്കെ ശരി, അതിൻ്റെ പഴമയൊക്കെ പോകുന്ന വയ്ക്കാം. പക്ഷേ ഒരുപാട് റൂഡായിട്ടൊക്കെ സംസാരിക്കുന്നവിടെ. നമ്മുടെ അടുത്തൊന്നും പറഞ്ഞില്ല, അവിടെ വേറെ ഇവിടുത്തെ ലോക്കൽസിനെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി അടുത്ത് നമ്മൾ എവിടേക്കാണ്? കുംഭ് ഈഷ, അതായത് ടിപ്പു സുൽത്താൻ്റെ ശവകുടീരം. അങ്ങോട്ടേക്ക് നേരെ ഇപ്പം അങ്ങോട്ടേക്ക് വിട്ട് നമ്മൾ ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ് കേട്ടോ മൈസൂരിലുള്ളത്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചെറിയ ചെറിയ സ്ഥലങ്ങൾ വേറെ എവിടെയും പോയിട്ടുണ്ട്. അത് വീഡിയോ ഒന്നും കൂടുതൽ എടുത്തിട്ടില്ല. പിന്നെ അടുത്ത ലാസ്റ്റ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ മൈസൂരിലുള്ളത്. ഇനി പോകുന്ന സമയത്ത് ചിലപ്പോൾ ചിന്നകേശവ ടെമ്പിളിൽ പോകാൻ പറ്റിയ ചിലപ്പോൾ ഒന്ന് കയറാൻ പറ്റിയെന്ന് കയറും സമയമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നേരെ തിരിച്ച് നാട്ടിലോട്ട്. അപ്പോൾ നേരെ ഞാൻ അടുത്തത് കുംഭ് ഈ ഷഹീൻ, അതായത് ടിപ്പു സുൽത്താൻ്റെ ശവകുടീരം. ലെറ്റ്സ് ഗോ. നമ്മളിനി ഈ ഒരു എന്താ പറയുക, ഒരു വില്ലേജ് പോലെ ഉണ്ട് അല്ലേ? വില്ലേജ് പോലുള്ള ഒരു സ്ഥലത്തിലേക്ക് ഇവിടെ പോയാൽ നമ്മൾ ടിപ്പു സുൽത്താൻ അടക്കം ചെയ്തിരിക്കുന്ന കുംഭ് ഈഷ എന്നുള്ള സ്ഥലം കേട്ടോ. ഇവിടെ എന്താ അവിടെ എത്താനായിട്ടുണ്ട്. ഇവിടെയും കുതിര സവാരികളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ തന്നെ അവിടെ നിർത്തിക്കും. ഇതിൻ്റെ ഉള്ളിൽ കയറി ഇവിടെ കാർ പാർക്കിങ്ങും ചെയ്യാം നമുക്ക്. എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടാ. കുംഭ് ഈഷ, അതായത് നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ ശവകുടീരം. ടിപ്പു സുൽത്താൻ്റെ ഹൈദരാലി, പിതാവ് ഹൈദരാലി, ഉമ്മ ഫാത്തിമ എന്നിവരുടെ ശവകുടീരങ്ങളാണത്. ഇത് കുറച്ച് നീറ്റാക്കി വെച്ചിട്ടുണ്ട്, ഇവിടെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല വിശാലമായ പാർക്ക്, നല്ല ഗ്രൗണ്ടിലൊക്കെ നല്ല പാർക്കുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ശവകുടീരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ രാജകുടുംബങ്ങളിൽപ്പെട്ട അതിൻ്റെ ഖബറുകളാണ് അതൊക്കെ. ടിപ്പു സുൽത്താൻ്റെ പിതാവായ ഹൈദരാലി, അതുപോലെ തന്നെ മാതാവായ ഫാത്തിമ ബീഗം, അതുപോലെ തന്നെ ടിപ്പു സുൽത്താൻ്റെ ഖബറുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. കുംഭാസ് ഈ ഷഹീൻ ആണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ നിറയെ രാജവംശത്തിൽപ്പെട്ട അവരുടെ കുടുംബത്തിൽപ്പെട്ട ഖബറുകൾ ഒരുപാടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ കയറുമ്പോൾ തന്നെ ഒരു ഖബറുണ്ട്. ഇവിടെ പേര് എഴുതിയിട്ടുണ്ട്, മദീന ബീഗം, ഫോസ്റ്റർ മദർ കേട്ടോ. അയ്യോ, അതിൽ നമ്മൾ ഫസ്റ്റത്തെ ഖബർ ടിപ്പു സുൽത്താൻ്റെയും സെൻട്രലത്തെ പിതാവായ ഹൈദരാലി, ലാസ്റ്റ് അപ്പുറത്തെ ഉമ്മാൻ്റെ ഫാത്തിമ ബീഗം. നമ്മൾ ഈ ഇതിൻ്റെ ടോമിൻ്റെ പുറത്തായിട്ട്, അതായത് ഖബർസ്ഥാൻ്റെ പുറത്തായിട്ട് നമുക്ക് നിസ്കാരപ്പള്ളി കൂടി ഉണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ നിസ്കരിക്കണമെങ്കിൽ നിസ്കരിക്കുകയൊക്കെ ചെയ്യാം. നിസ്കാരപ്പള്ളി കൂടി ഇവിടെ ഉണ്ട്. കുടുംബങ്ങളിൽപ്പെട്ട ഒരുപാട് പേരുടെ ഖബറുകൾ ഇതിന് ചുറ്റുമുണ്ട്. ഇതിവിടുത്തെ നിസ്കാരപ്പള്ളിയാണ്. ഇതവിടെയൊക്കെ ഇത് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ ഖബറുകളാണ്, രാജകുടുംബങ്ങളിൽപ്പെട്ട കുറേ ഖബറുകൾ. അതുപോലെ തന്നെ നമ്മൾ ബ്രിട്ടീഷുകാർ നമ്മുടെ ഈ ഡെത്ത് പ്ലേസിൽ, അതായത് ടിപ്പു സുൽത്താൻ്റെ ഡെത്ത് പ്ലേസ് ഇവിടെ അടുത്ത് തന്നെയാണ്, ശ്രീരംഗപട്ടണയിൽ. അവിടെ നിന്ന് വധിച്ചതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് ഖബറടക്കാൻ സമ്മതിക്കുകയായിരുന്നു ബ്രിട്ടീഷുകാർ കേട്ടോ. ബ്രിട്ടീഷുകാരിൽ കീഴടങ്ങിയതിന് ശേഷം, ബ്രിട്ടീഷുകാർ കീഴടങ്ങിയതല്ല, പിടിച്ചതാണ്. പിടിച്ചതിന് ശേഷം ഈ കാണുന്ന ഡെത്ത് പ്ലേസിൽ ഇവിടെ വെച്ചിട്ടാണ്, ഈ കാണുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ടിപ്പു സുൽത്താനെ വധിച്ചത്. വധിച്ചതിന് ശേഷം ഈ കാണുന്ന ഇവിടം ഖബറടക്കാൻ സമ്മതിക്കുകയായിരുന്നു. അതായത് തൻ്റെ പിതാവും മാതാവിൻ്റെ അടുത്ത് തന്നെ ടിപ്പു സുൽത്താനെയും ഖബറെടുക്കാൻ സമ്മതിക്കുകയായിരുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യം അന്നത്തെ. മറ്റേതുപോലെ അല്ല കേട്ടോ, മറ്റെന്താ പറയുക, ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസ് പോലെയല്ല. ഇത് കുറച്ച് നീറ്റായിട്ട് നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കാണേണ്ട കാഴ്ചയാണ്. നിങ്ങൾ മൈസൂരിലൊക്കെ വരികയാണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ചും നമ്മൾ കേരളത്തിൽ മലയാളികൾ വരികയാണെന്ന് വെച്ചാൽ ഇതും കൂടി ഒന്ന് കണ്ടിട്ട് പോവാം. നമ്മൾ വെറുതെ പാലസും ലളിതമഹൽ പാലസ് അങ്ങനെയുള്ളതൊക്കെ കണ്ട് പോവാതെ ഇതും കൂടി ഒന്ന് കാണേണ്ടതാണ്. കാരണം യോദ്ധാവാണ് ടിപ്പു സുൽത്താൻ എന്നുള്ളൊരു യോദ്ധാവിൻ്റെ. പിന്നെ നമ്മുടെ കേരളത്തിലും വന്ന് കാലുകുത്തിയിട്ടുണ്ടല്ലോ പുള്ളി, പാലക്കാട്. അവിടെയും ഒരു കോട്ടയൊക്കെ ഇട്ടിട്ട് നമുക്ക് സമ്മാനിച്ചതല്ലേ. അപ്പോൾ ഇതും കൂടി മൈസൂരൊക്കെ വരുമ്പോൾ, അത്രയും ദൂരം നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ ഇതും കൂടി കണ്ടിട്ട് പോവാം. അപ്പോൾ നമുക്ക് എൻട്രിക്ക് ഫീ ഒന്നും ഇല്ല കേട്ടോ, ഫ്രീ ആണ്. പക്ഷേ അതിന് പകരമായിട്ട് ഒരു കാറിൽ വരുന്നവരെ ശരിക്കിട്ട് പിഴയുണ്ട്. 100 രൂപ പാർക്കിങ്ങിനായിട്ട് മേടിക്കുന്നുണ്ട് കേട്ടോ. എൻട്രി ഫ്രീ ആണ്. പക്ഷേ കാണേണ്ട സ്ഥലം തന്നെയാണ്. നമ്മളൊരു 10-15 കിലോമീറ്റർ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നാലും, മൈസൂർ ടൗണിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നാലും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. എൻട്രി ഫീ ഫ്രീ ആണ്. അതിന് പകരമായിട്ട് അവർ മേടിക്കുന്നത് പാർക്കിംഗ് ഫീ. 100 രൂപയ്ക്ക് പാർക്കിംഗ് ഫ്രീ കൊടുക്കേണ്ടി വരും. അല്ലാത്തവർ ബസ്സിനൊക്കെ വരുന്നവർക്ക് കുഴപ്പമില്ല കേട്ടോ. കുതിരകൾ ഒരുപാടുണ്ട് കേട്ടോ. കുതിര സവാരി നടത്തുന്ന പിള്ളേർക്ക് കുതിര സവാരിയൊക്കെയാണ്. വെള്ള കുതിര, ചന്തമുള്ള കുതിര അല്ലേ, നല്ല വെള്ള കളറുള്ള നല്ല വെള്ള കുതിരകൾ കേട്ടോ. നല്ല രസമുള്ള കുതിരകൾ. ഇവിടെ ഒരു പാർട്ടി കുതിരയിൽ റെഡിയായിട്ട് സവാരിക്ക് റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. സവാരി സ്റ്റാർട്ട് ചെയ്തു. നല്ല നല്ല അടിപൊളി കുതിര. അങ്ങനെ നമ്മൾ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി പോകുന്ന വഴി തിരിച്ച് നമ്മൾ നാട്ടിലോട്ട് പോവുകയാണ്. പോകുന്ന വഴി ഏതെങ്കിലും കാണാനുണ്ടെങ്കിൽ കാണുക. അപ്പോൾ ബാക്കിയെല്ലാം നമ്മുടെ ഏകദേശമൊക്കെ ഫിനിഷായി. ഇനി പോകുന്ന വഴിയിൽ ഭക്ഷണം കഴിക്കണം. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും പോകുന്ന വഴി കാണാനുണ്ടെങ്കിൽ കാണണം. ഇതാണ് നമ്മുടെ പരിപാടി. മൈസൂരിലെ ഏകദേശ പരിപാടികളൊക്കെ കഴിഞ്ഞു.